നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ ഉണ്ടെങ്കിൽ അതിനൊരു മിനി കമ്പ്യൂട്ടറാക്കി മാറ്റാം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്തൊക്കെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഡെയിലി വരുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗ്ലൈഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ചൈനീസ് സർവീസ് അല്ലെങ്കിൽ ഗ്ലോബൽ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. നമ്മൾ ഗ്ലോബൽ സർവീസ് സെലക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ഇടുക, ഐ എഗ്രി കൊടുക്കുക, ഗോട്ട് ഇറ്റ് കൊടുക്കുക, നെക്സ്റ്റ്. ഓക്കെ, ഈ ഒരു ഫോൺ ഇതുപോലെ വെച്ചാൽ മതി. ബാക്കി പണി നമുക്ക് കമ്പ്യൂട്ടറിലാണുള്ളത്. മൊബൈൽ കണക്ട് ചെയ്തിട്ടുള്ള അതേ വൈഫൈയിലുള്ള ലാപ്ടോപ്പിലും ഗ്ലൈഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുക. നമ്മൾ അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മിറർ ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഓപ്ഷൻ കാണും. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് മൗസിന്റെ ആക്സസ് വേണമെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എക്സ്റ്റെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വൈഫൈ സെർച്ച് നടക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഡിവൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്കും ഒരു പെർമിഷൻ ചോദിക്കും. അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടൂ. നമ്മുടെ മൊബൈൽ ഫോൺ ഒരു മിനി കമ്പ്യൂട്ടറായി മാറി. ഈ സംഭവം വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വൈഫൈയിലാണ്. അപ്പോൾ ചെറിയൊരു സ്റ്റക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊന്നുകൂടി സ്മൂത്ത് ആക്കാനായിട്ട് ലാപ്ടോപ്പിൽ നിന്ന് ഒരു USB കേബിൾ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്ക സ്മൂത്ത് ആയിട്ട് വർക്ക് ആവും ഗൈസ്. ഈ സംഭവം നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമല്ല ഈസി ആയിട്ടും ഐഫോണിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ മൊബൈൽ ഫോണിനെയോ ടാബിനെയോ ഒരു മിനി കമ്പ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു മിനി സ്ക്രീനായിട്ടോ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഗൈസ്. എന്നാൽ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം. ഇതുപോലുള്ള അടിപൊളി കണ്ടന്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.